ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് LSS ചോദ്യങ്ങൾ നോക്കാം അല്ലെ. അപ്പൊ എല്ലാവരും LSS എക്സാമിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഫെബ്രുവരി 27-നാണ് എക്സാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് മാത്രമല്ല നല്ല മാർക്ക് ചോദിക്കാവുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് EVS. ടോട്ടൽ 20 മാർക്കിന് നമുക്ക് EVS ചോദ്യങ്ങളുണ്ടാവും. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ചില ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മിസ്സിന്റെ കൂടെ അത് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ മൂൺ ഈസ് നോട്ട് സീൻ അറ്റ് ഓൾ when the part of the moon that does not get sunlight faces the earth. This day is called dash. അതായത് സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ സാധിക്കില്ല. ഈ ഒരു ദിവസം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ചന്ദ്രനെ തീരെ കാണാൻ സാധിക്കാത്ത ദിവസത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചന്ദ്രനെ തീരെ കാണാൻ പറ്റാത്ത ദിവസം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കറുത്ത വാവാണ്, അല്ലെങ്കിൽ നമ്മുടെ അമാവാസിയാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? ന്യൂ മൂൺ ഡേ എന്ന് പറയും. ഓക്കെ, ന്യൂ മൂൺ ഡേ എന്ന് പറയും. അപ്പൊ ഈ കറുത്ത വാവ്, വെളുത്ത വാവ്, അല്ലെങ്കിൽ നമ്മുടെ അമാവാസി, പൗർണമി, അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ, ഫുൾ മൂൺ ഡേ, ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ നമുക്കറിയാം ചന്ദ്രനാണ് സെന്ററിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ ഒരു കുട്ടി നിന്നിട്ട് മൂണിനെ നോക്കുന്ന സമയം മൂണിന്റെ ഷെയ്ഡ് ആയിട്ടുള്ള റീജിയൻ, അല്ലെങ്കിൽ മൂണിന്റെ നിഴലുള്ള ഭാഗം, അല്ലെങ്കിൽ മൂണിന്റെ ഡാർക്ക് ആയിട്ടുള്ള സൈഡാണ് നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അതായത് ഇവിടെ നമുക്ക് മൂണിനെ കാണാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു ദിവസം ഏതാണ്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ന്യൂ മൂൺ ഡേ ആണ്. അപ്പൊ ഇതാണ് ന്യൂ മൂൺ ഡേ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കറുത്ത വാവ്, അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. അപ്പൊ അമാവാസി ഈ ഒരു ദിവസത്തെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാക്കണം? ആരാണ് സെൻട്രൽ വരുന്നത്? നമ്മുടെ മൂണാണ് സെൻട്രൽ വരുന്നത്. പിന്നെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത് സൂര്യപ്രകാശം പതിക്കാത്ത മൂണിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിക്കേടാ. ഇവിടെ നിങ്ങൾക്ക് ആരാണ് സെൻട്രൽ വരുന്നത്? നമ്മുടെ ഭൂമിയാണ് സെൻട്രൽ വരുന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ഒരാള് മൂണിനെ നോക്കുന്ന സമയം മൂണിന്റെ ലൈറ്റഡ് പോർഷൻ ആണ് നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് ഉള്ള റീജിയൻ. നേരത്തെ കേസിൽ ഡാർക്ക് ആയിട്ടുള്ള റീജിയൻ ആയിരുന്നു, പക്ഷെ ഇവിടുത്തെ കേസിൽ ലൈറ്റ് ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മൂണിനെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അറിയപ്പെടുന്നത് പൗർണമി എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഫുൾ മൂൺ ഡേ എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ വെളുത്ത വാവ് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, പ്രധാനമായിട്ടും സെൻട്രൽ വരുന്നത് നമ്മുടെ ഭൂമിയാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയം ചന്ദ്രന്റെ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ കറുത്തവാവ്, വെളുത്തവാവ്, അങ്ങനെയുള്ള ഈ കുറച്ച് കാര്യങ്ങളെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അയൺ മാൻ ഓഫ് ഇന്ത്യ ആരാണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിനൊന്ന് ഉത്തരം പറയാൻ പറ്റുമെന്ന് നോക്കിയാടാ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ലോകമാന്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ബാലഗംഗാധര തിലകാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നോ അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് പഠിക്കുക. അത് മാത്രമല്ല, സൈലം നിങ്ങൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചകളിലും LSS സ്പെഷ്യൽ ക്ലാസ്സസ് നടത്തുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്കിനി മെഗാ മാരത്തോണും മിനി മാരത്തോണും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആരും എന്ത് ചെയ്യുക, മിസ്സാക്കരുത്, എല്ലാവരും പഠിക്കണം. അതിനുവേണ്ടി ഏറ്റവും ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് എപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഇത്തവണ LSS കിട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.